ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 1960/2020 എന്ന കോഡോട് കൂടിയ PYQൻ്റെ ബാക്കിയുള്ള ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ചോദ്യങ്ങളും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ മുൻപത്തെ ക്ലാസ്സുകൾ കാണാൻ നമ്മുടെ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യുക, പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ മോർ വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമ്മളതൊരു സീരീസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. റിലേറ്റഡ് ഫാക്ട്സും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ക്ലാസ്സസൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഇനി കുറച്ച് ചോദ്യങ്ങളും കൂടിയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ ഇന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ചോദ്യത്തിലേക്ക് പോകാം. അണ്ടർ വിച്ച് കാറ്റഗറി ദ എക്സ്പെൻസസ് ഫോർ ദ ഷിഫ്റ്റിംഗ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു മോർ കൺവീനിയൻറ്റ് പ്ലേസ് ബി ഇൻക്ലൂഡഡ്? അതായത് ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തുകയെന്ന്. എക്സ്പെൻസസ് എന്തിനു വേണ്ടിയുള്ള എക്സ്പെൻസ്? ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൺവീനിയൻറ്റ് പ്ലേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വരുന്ന ഒരു ചിലവുകൾ ഉണ്ടാവുമല്ലോ, ആ ചിലവുകൾ ഏതിലാണ് ഉൾപ്പെടുത്തുക എന്നാണ്. ഓപ്ഷൻ എ പറയണത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ഓപ്ഷൻ ബി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണോ, ഓപ്ഷൻ സി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണോ, അതോ ഇവയൊന്നുമല്ലേ എന്നാണ് ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരിത്തിരി കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. കാരണം നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നും, ഇത് ഒന്ന് തിരിഞ്ഞു പോണ ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. കാരണം റവന്യൂ എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട്, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മൂന്നും എന്താണെന്ന് വ്യക്തമായി പഠിച്ചാൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനഫിറ്റ്, അതായത് അത് ആ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ ലഭ്യമാകുന്ന രീതിയിലായിരിക്കും. റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ബെനിഫിറ്റ് എങ്ങനെയാണ്? ആ ഒരു ഇയറിൽ തന്നെ ലഭിക്കുന്ന രീതിയിലുള്ള എക്സ്പെൻഡിച്ചേഴ്സാണ്. ആ ഒരു ഇയറിലാണ് അതിൻ്റെ എല്ലാം കഴിയുക. എക്സ്പെൻഡിച്ചർ വിച്ച് ബെനഫിറ്റ്സ് ദ കറണ്ട് പീരിയഡ്, ആ കറണ്ട് പീരിയഡിലേക്ക് മാത്രമുള്ളതാണ് എന്ത്? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് റവന്യൂ എക്സ്പെൻഡിച്ചർ ഡസ് നോട്ട് ഇൻക്രീസ് ദ ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ് ബട്ട് ഇറ്റ് മെയിൻറ്റെയിൻസ് ദ ഏർണിംഗ് കപ്പാസിറ്റി. ഇൻക്രീസ് ചെയ്യുന്നില്ല, പക്ഷെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനാണ് സഹായിക്കുന്നത് എന്ന് പറയാം. പിന്നെ അത് മാത്രമല്ല, ദിസ് എക്സ്പെൻഡിച്ചർ വിച്ച് ഹെൽപ്സ് ടു പ്രൊഡ്യൂസ് റവന്യൂ ഉണ്ടാക്കാൻ എന്ത് സഹായിക്കുന്നുണ്ട്? റവന്യൂ എക്സ്പെൻഡിച്ചർ സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം എക്സ്പെൻസസിനെയാണ് നമ്മൾ റവന്യൂ എക്സ്പെൻസസ് ആയിട്ട് പരിഗണിക്കുക എന്ന് നോക്കാം. അതായത് എക്സ്പെൻസസ് ആയിട്ടുള്ള റുട്ടീൻ നേച്ചർ, എന്നും ഒരു ബിസിനസ്സിൻ്റെ ഇതായിട്ടുള്ള ഒരു എക്സ്പെൻസസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിനെയാണ് റുട്ടീൻ നേച്ചറിലുള്ള എക്സ്പെൻസസ് എന്ന് പറയുക. ഡേ ടു ഡേ ഫങ്ഷനിങ്ങിന് ആവശ്യമായത് ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യാൻ എന്തെല്ലാം ആവശ്യമാണോ അതെല്ലാം എന്തിൽ ഉൾക്കൊള്ളിക്കുന്നു? റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് ഉൾക്കൊള്ളിക്കുന്നത്. ഇപ്പോൾ വേജസ് കൊടുക്കുന്നു, സാലറീസ് കൊടുക്കുന്നു, പിന്നെ റെൻറ്റ് കൊടുക്കുന്നു, ടാക്സ് കൊടുക്കുന്നു, ക്യാരേജ്, കമ്മീഷൻ, അങ്ങനെ ധാരാളം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്? അതൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മീൻ ഫോർ റീസെയിൽ ഇൻക്ലൂഡിങ് റോ മെറ്റീരിയൽസ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മീൻ ഫോർ റീസെയിലിന് അത് ഇൻക്ലൂഡ് ചെയ്യുന്നത് റോ മെറ്റീരിയൽസ് ആവാം, എന്തെങ്കിലും സാധനങ്ങളാവാം. റീസെയിൽ ചെയ്യുന്നത് എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ. അതായത് റീസെയിൽ ചെയ്യുന്നു, റോ മെറ്റീരിയൽസ് ഒക്കെ റീസെയിൽ ചെയ്യുന്നതും എന്തിൽ ഉൾപ്പെടുന്നു? റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഉൾപ്പെടുന്നു. പിന്നെ അതുപോലെ തന്നെ ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. ഫിക്സഡ് അസറ്റ് വാങ്ങിയിട്ടാൽ മാത്രം പോരാ, ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫിക്സഡ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കോസ്റ്റുകളെല്ലാം ഈ ഒരു ഡേ ടു ഡേ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരിക്കലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ല, അത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് പരിഗണിക്കുക. നമുക്ക് സംശയം തോന്നാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് എടുത്തു പറഞ്ഞത് കേട്ടോ. കീപ്പിംഗ് ദ അസറ്റ്സ് ഇൻ വർക്കിംഗ് കണ്ടീഷൻ, അസറ്റ്സിനെ വർക്കിംഗ് കണ്ടീഷനായി വെക്കാനുള്ള ചിലവുകളെല്ലാം എന്ത് ചിലവുകളാണ്? റവന്യൂ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് പരിഗണിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ലീഗൽ എക്സ്പെൻസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റിൻ്റെ ലോസ് ഓൺ സെയിൽ വന്നാലും എന്തായിട്ട് പരിഗണിക്കുക? റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഡിസ്കൗണ്ട്സ് ആൻഡ് അലവൻസസ്, ബാഡ് ഡെറ്റ്സ്, ഫയർ ഇൻഷുറൻസ് പ്രീമിയം, ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഓൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, ഇതെല്ലാം
അതായത് ക്യാപിറ്റൽ നേച്ചർ അല്ലാത്ത ഒരുവിധം വിച്ച് ആർ നോട്ട് ഓഫ് ക്യാപിറ്റൽ നേച്ചർ ഇവരൊക്കെ റവന്യൂ എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ടതാണെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ കോളം വരച്ച് റവന്യൂ എക്സ്പെൻഡിച്ചർ ഏതെല്ലാമാണെന്ന് വ്യക്തമായി എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് റൊട്ടീൻ നേച്ചറിൻ്റെ ഭാഗമായിട്ട് വരുന്നത് ഡേ ടു ഡേ റണ്ണിങ്ങിന് ആവശ്യമായ എല്ലാ ചിലവുകളും. അതിലേതെല്ലാം വരും? വേജസ്, സാലറീസ്, റെൻറ്റ്, ടാക്സസ്, ക്യാരേജ്, കമ്മീഷൻ, അഡ്വർടൈസിങ്, അങ്ങനെ ആ ഒരു ഭാഗം. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പർച്ചേസ് ഓഫ് ഗുഡ്സ് മീൻ ഫോർ റീസെയിൽ ഇൻക്ലൂഡിങ് റോ മെറ്റീരിയൽസ് ഫോർ ദ പർപ്പസ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. അതും എന്തിൻ്റെ ഭാഗമാണ്? റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിനിങ് ഫിക്സഡ് അസറ്റ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. കീപ്പിംഗ് ദ അസറ്റ്സ് ഇൻ വർക്കിംഗ് കണ്ടീഷൻ, ഡിപ്രിസിയേഷൻ ആവാം, റിപ്പയേഴ്സ് ആൻഡ് റിന്യൂവൽസ് ആവാം, അതെല്ലാം എന്തിൽ പരിഗണിക്കുക? റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് പരിഗണിക്കുന്നത് കേട്ടോ. പിന്നെ അതർ എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ, ലീഗൽ എക്സ്പെൻസ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, ഡിസ്കൗണ്ട്സ് ആൻഡ് അലവൻസസ്, ബാഡ് ഡെറ്റ്സ്, ഫയർ ഇൻഷുറൻസ് പ്രീമിയം, ലോസ് ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ. പിന്നെ അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ്, ഓൾ ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എക്സ്പെൻസസ്, ഇതെല്ലാം എന്താണ്? റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഇതിൽ ഒരെണ്ണം പോലും വിടരുത്. നമ്മൾ വിട്ടതാവും ചിലപ്പോൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ അതെല്ലാം പഠിച്ചിരിക്കുക. ഒരു 2-3 പ്രാവശ്യം അങ്ങ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലുറച്ചിരിക്കും. അപ്പോൾ ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരുവിധം മനസ്സിലായിട്ടുണ്ടാകും റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇതിൻ്റെ ബെനിഫിറ്റ് എങ്ങനെയാണ്? ഒരു 1 ഫിനാൻഷ്യൽ ഇയറിൽ മാത്രമുള്ളതാണ്. റിക്കറിങ് ഇൻ നേച്ചറാണ്, തുടർച്ചയായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇൻകേർഡ് ടു ഏൺ റവന്യൂ ഓർ പ്രോഫിറ്റ് ഉണ്ടാക്കാനോ റവന്യൂ ഉണ്ടാക്കാനോ ആണല്ലോ അത് ചെയ്യണത്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. റവന്യൂ എക്സ്പെൻഡിച്ചറിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. അത് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ ഏണിംഗ് കപ്പാസിറ്റി കൂട്ടാൻ, കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഇവർ ചിലവുകളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏണിംഗ് കപ്പാസിറ്റി കൂട്ടും എന്നാണ് പറയുന്നത് കേട്ടോ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു ലോങ് പീരിയഡിലേക്കുള്ളതാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഒരു ലോങ് പീരിയഡിലേക്കുള്ളതാണ്. ഇത് ഒരുപാട് കാലം നിലനിൽക്കുന്നതാണ്. ഫിക്സഡ് അസറ്റ് പർച്ചേസ് ചെയ്യുന്നത് ഇന്നോ നാളത്തേക്കോ വേണ്ടിയല്ല അല്ലേ, ചിലപ്പം ആ ഫേം ഉള്ളിടത്തോളം കാലം നിലനിൽക്കും അതിൻ്റെ ഉപയോഗം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബെനിഫിറ്റ് അവൈലബിൾ ഫോർ എ ലോങ് പീരിയഡ്. നോൺ റിക്കറിങ് ആണ്. എന്നും ഫിക്സഡ് അസറ്റ് വാങ്ങിക്കാൻ പറ്റില്ല അല്ലേ, അല്ലെങ്കിൽ എന്നും ബിൽഡിങ് നമുക്ക് പണിയാൻ പറ്റില്ല, ബിൽഡിങ് വാങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. ഇൻകേർഡ് ഫോർ അക്വിസിഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അസറ്റ്, അത് കൂടുതലും ഒന്നെങ്കിൽ അക്വയർ ചെയ്യാൻ, അതായത് അസറ്റ്സ് അക്വയർ ചെയ്യാൻ, അല്ലെങ്കിൽ അസറ്റ്സിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനോ ഒക്കെയാണ് ഈ ഫണ്ട് എക്സ്പെൻഡിച്ചർ ചിലവാക്കുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചിലവാക്കുന്നത്. ഇത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുക കേട്ടോ. എവിടെയാണ് കാണിക്കുക? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. ഇതെന്താണ്? ഏണിംഗ് കപ്പാസിറ്റി കൂട്ടുമോ? തീർച്ചയായിട്ടും. ഇൻക്രീസ് ഏണിംഗ് കപ്പാസിറ്റി ആൻഡ് എഫിഷ്യൻസി കൂട്ടാൻ തന്നെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ചിലവാക്കുന്നത് കേട്ടോ. ഫിക്സഡ് അസറ്റും സാധനങ്ങളൊക്കെ നന്നാവണം എന്തിനു തന്നെയാണ്? പ്രവർത്തനം കാര്യക്ഷമമാവാൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മനസ്സിലായിട്ടുണ്ടാവും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും റവന്യൂ എക്സ്പെൻഡിച്ചറും ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാവും. അപ്പം ഇനി നമുക്ക് അടുത്ത ഓപ്ഷനായ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിലേക്ക് പോവാം. ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം കേട്ടോ. ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് മറന്നു പോകരുത്. ഷിഫ്റ്റിംഗ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ടു മോർ കൺവീനിയൻറ്റ് പ്ലേസ്, അതാണ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. അത് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് വരിക. അപ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം കേട്ടോ. പ്രിലിമിനറി അല്ലെങ്കിൽ ഫോർമേഷൻ എക്സ്പെൻസസ് ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ പെടുന്നതാണ്. ഇതിൻ്റെ ഒരു ഇൻകേർഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ ആണോ? അല്ല, വിച്ച് ഈസ് ഇൻകേർഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ ബട്ട് ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് മേ ബി എക്സ്റ്റെൻഡ് ടു നമ്പർ ഓഫ് ഇയേഴ്സ്. അതായത് ഈ വർഷമാണ് സംഭവിക്കുന്നതെങ്കിലും അതിൻ്റെ ബെനിഫിറ്റ് കാലങ്ങളോളം നിലനിൽക്കും. ഇപ്പോൾ ഫോർമേഷൻ പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞ സംഭവം ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മളെല്ലാം ചിലവാക്കിയിട്ടുണ്ടാവും. പക്ഷേ അതിൻ്റെ ഫലം എങ്ങനെയാണ്? അത് എൻഡ് ചെയ്യുന്ന വരെ നിലനിൽക്കും അല്ലേ, അത് കാലങ്ങളോളം നിലനിൽക്കുന്ന ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ചിലവാക്കിയ തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഈസ് ദാറ്റ് ക്ലാസ് ഓഫ് റവന്യൂ എക്സ്പെൻഡിച്ചർ വിച്ച് ഈസ് ഇൻകേർഡ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ ഇയർ ബട്ട് ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് മേ ബി എക്സ്റ്റെൻഡ് ടു എ നമ്പർ ഓഫ് ഇയേഴ്സ്, അങ്ങനെയാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വോൾ എമൗണ്ട്, അതായത് ചിലവാക്കിയ മുഴുവൻ തുകയും കനോട്ട് ബി ട്രീറ്റഡ് ആസ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ ഇയർ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഇൻകേർഡ്. ഇപ്പം
2024 ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം 2024 നമ്മളൊരു 1,00,000 രൂപ ചിലവാക്കിയെങ്കിൽ ഈ 1,00,000 രൂപ മുഴുവൻ ആ വർഷത്തിലെ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതിന് കാരണം എന്താ വെച്ചാൽ ഒരു പോർഷൻ മാത്രമേ ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഓരോ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇതിനെ ഓരോ ഭാഗമായിട്ടാണ് ചാർജ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഈ യൂട്ടിലൈസ്ഡ് അല്ലെങ്കിൽ ബാക്കി ഭാഗം എന്ത് ചെയ്യുന്നു, ഓരോ വർഷത്തേക്ക് യൂസ് ചെയ്ത ഭാഗം മാത്രം ഇപ്പോൾ കാണിച്ചിട്ട് അൺയൂട്ടിലൈസ്ഡ് അല്ലെങ്കിൽ അൺഎക്സ്പയർഡ് പാർട്ട് എന്ത് ചെയ്യും, അസറ്റ് സൈഡിൽ കാണിക്കും, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കും. അതിൻ്റെയാണ് അതിൻ്റെ എൻട്രി വരുത്തുക കേട്ടോ. ആ ഒരു ഭാഗം മാത്രം കാണിക്കും, ചിലവായിട്ട് കാണിക്കും, ബാക്കി ഭാഗം അസറ്റ് സൈഡിലാണ് കാണിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എ പോർഷൻ ഓഫ് സച്ച് എക്സ്പെൻഡിച്ചർ ഈസ് ചാർജ്ഡ് എവറി ഇയർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എല്ലാ വർഷവും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ചാർജ് ചെയ്യണം. ദ യൂട്ടിലൈസ്ഡ് അല്ലെങ്കിൽ യൂസ്ഡ് അല്ലെങ്കിൽ എക്സ്പയർഡ് പോർഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ ചാർജ് ചെയ്യും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അതുപോലെ തന്നെ അൺയൂട്ടിലൈസ്ഡ് അല്ലെങ്കിൽ അൺഎക്സ്പയർഡ് പാർട്ടിന് എന്ത് ചെയ്യും, അസറ്റ് സൈഡിൽ കാണിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അസറ്റ് സൈഡിൽ കാണിക്കും. അപ്പോൾ അതാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിനിങ് എങ്ങാനും നടത്തി 5 ലക്ഷം രൂപയ്ക്ക്, അപ്പോൾ അത് 5 വർഷത്തേക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിനെ മൊത്തം എന്ത് ചെയ്യില്ല, മൊത്തം ആ വർഷം തന്നെ അതേ വർഷം തന്നെ കാണിക്കാതെ 5 വർഷത്തേക്കായിട്ടാണ് അതിനെ മൊത്തമായിട്ട് എടുക്കുക കേട്ടോ. ഓരോ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ഇപ്പം 5 വർഷത്തേക്കാകുമ്പോൾ 5 ലക്ഷം ആകുമ്പോൾ ഓരോ വർഷം 1 ലക്ഷം വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതും. ഓക്കെ, അതാണ് പറയണത് കേട്ടോ. അപ്പോൾ അതാണ് പറയണത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ റവന്യൂ നേച്ചറാണ്, ഒരുപാട് വർഷത്തവറിൽ ഇയേഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ഇത് വെരി ലാർജ് എമൗണ്ട് ആയിരിക്കും. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടു, റവന്യൂ എക്സ്പെൻഡിച്ചർ ഡേ ടു ഡേ ആവശ്യം, ഡെയിലി ഇപ്പം 5-10 ലക്ഷം ചിലപ്പോൾ ആവശ്യം ഉണ്ടാവില്ല. അതോരോ ഫേമിൻ്റെ നേച്ചർ അനുസരിച്ചിരിക്കും. സാധാരണ ആണെങ്കിൽ ഉണ്ടാവില്ല. പക്ഷേ അഡ്വർടൈസ്മെൻറ്റിനൊക്കെ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് ചിലവാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ചെറിയ എമൗണ്ട് ആയിരിക്കും. പക്ഷേ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എങ്ങനെയായിരിക്കും, വലിയ എമൗണ്ട് ആയിരിക്കും. അതാണ് വലിയൊരു വ്യത്യാസമാണത് കേട്ടോ. ഇതിൻ്റെ എക്സാമ്പിൾസ്, ഈ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിൽ നമ്മൾ താഴെ പറയുന്ന എക്സാമ്പിൾസ് എല്ലാം നമ്മൾ എഴുതി വെച്ച് കാണാതെ പഠിക്കുക, എങ്ങനെയെങ്കിലും പഠിക്കുക. ഓക്കെ, പ്രിലിമിനറി എക്സ്പെൻസസ്, അതായത് ഫോർമേഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസസ്, അത് തുടങ്ങാൻ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുൻപ് പ്രാരംഭ ചെലവുകൾ ഉണ്ടാവില്ല, അതാണ് കേട്ടോ. ബ്രോക്കറേജ് ഓർ കമ്മീഷൻ ഓൺ അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് കേട്ടോ. ബ്രോക്കറേജ് ഓർ കമ്മീഷൻ ഓർ അണ്ടർ റൈറ്റിംഗ് ഷെയർസ് ഓഫ് ഡിബഞ്ചേഴ്സ് എന്താണ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ് കേട്ടോ. അണ്ടർ റൈറ്റ് ചെയ്യുക, ഷെയർസും ഡിബഞ്ചേഴ്സും ഒക്കെ അണ്ടർ റൈറ്റ് ചെയ്തിട്ട് വിൽപ്പന നടത്തുന്നില്ല അത്. പിന്നെ കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എന്താണ്, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എന്താണ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. ഹെവി അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്. ഓക്കെ, പിന്നെ അതുപോലെ എക്സെപ്ഷണൽ റിപ്പയർസ്. ഓക്കെ, കോസ്റ്റ് ഓഫ് ചേഞ്ചിങ് ദ ലൊക്കേഷൻ ഓഫ് ബിസിനസ് ടു എ മോർ കൺവീനിയൻറ്റ് പ്ലേസ്, അതാണ് ഇവിടെ ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എങ്ങനെ, കോസ്റ്റ് ഓഫ് ചേഞ്ചിങ് ദ ലൊക്കേഷൻ ഓഫ് ബിസിനസ് ടു എ മോർ കൺവീനിയൻറ്റ് പ്ലേസ്, അതും എന്താണ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. അപ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ യൂഷ്വലി ഹെവി എമൗണ്ട് ആയിരിക്കും, നോൺ റിക്കറിങ് ഇൻ നേച്ചർ ആയിരിക്കും. ബെനഫിറ്റ് ഒരു വർഷത്തേക്കുള്ളതാണോ, അല്ല, ഒന്നിലേറെ വർഷങ്ങൾക്കുള്ളതായിരിക്കും. ഇതിൻ്റെ ഒരു പോർഷൻ മാത്രം, ആ ഒരു വർഷത്തേക്കുള്ള റിയലൈസബിൾ ആയിട്ടുള്ളത് മാത്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുകയും മറ്റത് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യും കേട്ടോ. പക്ഷേ റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യും കേട്ടോ, ടോട്ടൽ എമൗണ്ട്. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസുമാണ് മനസ്സിലാക്കി വയ്ക്കുകയും ചെയ്യുക. അപ്പോൾ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ കറക്റ്റായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രിലിമിനറി അല്ലെങ്കിൽ ഫോർമേഷൻ എക്സ്പെൻസ്, ബ്രോക്കറേജ് ഓർ കമ്മീഷൻ ഓർ അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, കോസ്റ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ്, ഹെവി അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്, എക്സെപ്ഷണൽ റിപ്പയേഴ്സ്, കോസ്റ്റ് ഓഫ് ചേഞ്ചിങ് ദ ലൊക്കേഷൻ ഓഫ് ബിസിനസ് ടു എ മോർ കൺവീനിയൻറ്റ് പ്ലേസ്. ഇത്രയാണ് ഈ ഒരു ക്വസ്റ്റനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരുവിധം ഈ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്, അതിലേതൊക്കെയാണ് വരുന്നത്, പിന്നെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്ന് മൊത്തം നമ്മൾ പറഞ്ഞു. ഒരു ക്വസ്റ്റനാണ്, അപ്പോൾ ഒരുപാട് നമ്മൾ പറഞ്ഞെന്ന് തോന്നുന്നുണ്ടാവും, അറിയില്ല. എന്തായാലും നിങ്ങൾക്ക് പോയിൻ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത്രയും കവർ ചെയ്തു കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കണം. ഇതൊന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റണം കേട്ടോ. അതിനാണ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഡിഫറൻസ് ഇൻ ഫിഗേഴ്സ് ഈസ് ഡാഷ് ആൻഡ് കോസസ് ഫോർ ദെയർ എക്സിസ്റ്റൻസ് ആർ ബ്രോട്ട് ടു ലൈറ്റ്. ഈ ചോദ്യം വായിക്കുമ്പോൾ നമുക്ക് ഒരു പൂർണ്ണത ഇല്ലാത്ത പോലെ തോന്നും.
പക്ഷേ അതിൻ്റെ ഓപ്ഷൻസ് വായിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും എന്താണ് ഉത്തരം എന്നുള്ളത്. സപ്രസ്ഡ് ആണോ, ഓവർ റിട്ടൺ ആണോ, റീകൺസീൽഡ് ആണോ, നൺ ഓഫ് ദീസ് ആണോ. അതായത് എന്താ പറഞ്ഞത്, ഡിഫറൻസ് ഇൻ ഫിഗേഴ്സ്, കണക്കുകളിലെ വ്യത്യാസം അല്ലേ, കണക്കുകളിലെ വ്യത്യാസം പൊരുത്തപ്പെടുകയും അവയുടെ നിലനിൽപ്പിനുള്ള കാരണങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരികയും ചെയ്യുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു മലയാളം വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ട്രയൽ ബാലൻസിൽ പറയുന്ന പോലെ, അതായത് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ടതാണത്. റീകൺസീൽ ചെയ്യാണ് പറഞ്ഞത്. ഡിഫറൻസ് ഇൻ ഫിഗേഴ്സ് വന്നു കഴിഞ്ഞാൽ റീകൺസീൽ ചെയ്യുന്നു. ആൻഡ് കോസസ് ഫോർ ദെയർ എക്സിസ്റ്റൻസ് ആൻഡ് ബ്രോട്ട് ടു ലൈറ്റ്, അതിൻ്റെ കാരണങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നു, അത്രയാണ് പറയണത് കേട്ടോ. അപ്പോൾ റീകൺസീൽഡ് എന്നാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. എന്താണ്? ദ ഡിഫറൻസ് ഇൻ ഫിഗേഴ്സ് ഈസ് റീകൺസീൽഡ് ആൻഡ് കോസസ് ഫോർ ദെയർ എക്സിസ്റ്റൻസ് ആർ ബ്രോട്ട് ടു ലൈറ്റ്. നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയണത് എക്സാമ്പിൾ ഫോർ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി. ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചില്ലേ നമ്മുടെ എന്താ പറയുക, ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, അതേപോലെ തന്നെ നല്ലൊരു ഭാഗമാണ് നമ്മുടെ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എളുപ്പമാണ് സംഭവം, നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ ഒന്നുമില്ല കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്ന്. പക്ഷെ കേൾക്കുമ്പോൾ നമുക്ക് വിചാരിക്കും, തീരെ ഒരു അറിയാത്ത ആൾക്കാർ വിചാരിക്കും അയ്യോ ഇതൊന്ത് സംഭവമാണോ എന്ന് വിചാരിക്കും അല്ലേ. അപ്പോൾ എന്താണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി, അല്ലെങ്കിൽ കണ്ടിൻജൻറ്റ് ലയബിലിറ്റിയുടെ എക്സാമ്പിൾസ് എന്താണ്, അത് നന്നായി നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എളുപ്പമാണ്. എന്താ കണ്ടിൻജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കണ്ടിൻജൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്ലാൻഡ് ആയിട്ടാണോ വരിക? അല്ല, അതൊരു അൺപ്ലാൻഡ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ഇവൻ്റ് ആയിരിക്കും അല്ലേ, പെട്ടെന്ന് കടന്നു വരുന്നതാവും. നമ്മളൊരിക്കലും ചിലപ്പോൾ അത് മനസ്സിൽ വിചാരിക്കുന്നില്ല. ഇപ്പോൾ പ്രളയം വരുന്നത് അല്ലെങ്കിൽ പെട്ടെന്ന് ദുരന്തങ്ങളൊക്കെ വരുന്നത്, അതൊക്കെ എന്താണ്, കണ്ടിൻജൻസിയാണ് അല്ലെ, പെട്ടെന്നാണ് വന്നത്. അപ്പോൾ അതുപോലെ തന്നെ കണ്ടിൻജൻസിയാണ് ഒരു അൺപ്ലാൻഡ് അല്ലാത്ത ഒരു മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ അൺപ്ലാൻഡ് അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും കണ്ടിൻജൻറ്റ് അസറ്റ് എന്താണെന്നും പഠിക്കണം, കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്താണെന്നും പഠിക്കണം. രണ്ടും വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ മാത്രമേ നമുക്കതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിൻജൻറ്റ് അസറ്റ് എന്താണെന്ന് നോക്കാം. കണ്ടിൻജൻറ്റ് അസറ്റിന് ഒരു നല്ല എന്താ പറയുക എക്സ്പ്ലനേഷൻ ഉണ്ട് നമ്മുടെ അക്കൗണ്ടിങ് ഭാഷയിലുള്ള എക്സ്പ്ലനേഷൻ. അത് ജസ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം കേട്ടോ. എ പോസിബിൾ ഫ്യൂച്ചർ അസറ്റ്സ് ദാറ്റ് എറൈസ് ഫ്രം പാസ്റ്റ് ഇവൻറ്റ്സ് confirmed only by the occurrence or non-occurrence of one or more uncertain future events. അപ്പോൾ ഇങ്ങനെ വായിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതെന്തോ സംഭവമാണ്. ഒരു സംഭവമില്ല. ഒരു പോസിബിൾ ഫ്യൂച്ചർ ഇവൻറ്റ്, സംഭവിക്കാവുന്ന ഒരു ഫ്യൂച്ചർ അസറ്റ്, അതുമായി ബന്ധപ്പെട്ടൊരു അസറ്റ്, അത് എറൈസ് ചെയ്യുന്നത് ഒരു പാസ്റ്റ് ഇവൻറ്റിൽ കൺഫേം ആവുമ്പോൾ മാത്രമാണ്. ഒരു പാസ്റ്റ് ഇവൻറ്റ്, കഴിഞ്ഞ ഒരു കാലത്തെ ഒരു സംഭവം അത് കൺഫേം ആവുമ്പോൾ മാത്രം. അത് കൺഫേം ആവണമെങ്കിൽ ഓൺലി ബൈ ദ ഒക്യുറൻസ് ഓർ നോൺ ഒക്യുറൻസ് ഓഫ് വൺ ഓർ മോർ അൺസെർട്ടൈൻ ഫ്യൂച്ചർ ഇവൻറ്റ്സ്, ഒന്നോ ഒന്നിലധികമോ അൺസെർട്ടൈൻ ആയിട്ടുള്ള ഭാവി ഇവൻറ്റ്സ് സംഭവിച്ചാൽ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, അത് ഒക്യൂർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അത് സംഭവിക്കാതെ ഇരിക്കണം, ഇരുന്നാലും ചിലപ്പോൾ ഒക്യൂർ ചെയ്യാം. അപ്പോൾ നമ്മളിതൊന്ന് നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ കണ്ടിൻജൻറ്റ് അസറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് കുറച്ച് പൈസ കിട്ടാണ്ട്, അപ്പോൾ നമ്മൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഡക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കേസിന് നമ്മൾ പോയി, ഒരു ഫേം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ വക്കീൽ പറയണം നമുക്ക് ഈ വർഷം എന്ത് ചെയ്യും, അത് കിട്ടും, നമുക്ക് അനുകൂലമായി വിധി വരും. അനുകൂലമായി വിധി വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു ഹ്യൂജ് എമൗണ്ട് വരും അല്ലേ. അതൊരു വരും അതാണ് പോസിബിളായിട്ട്, അതായത് ആ ഒരു ഇവൻറ്റ് നമുക്ക് കൺഫേമായി നമുക്ക് പിന്നെ കറക്റ്റായിട്ട് നമ്മുടെ ഒരു ഫേവറായിട്ടുള്ള വിധി വന്നാൽ മാത്രമേ നമുക്കതെന്തുള്ളൂ, അത് കണക്കാക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് അത് ചുറ്റും നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നമുക്കത് വരും എന്ന് കണക്കൂട്ടാൻ പറ്റില്ല, പക്ഷേ വരും. അപ്പോൾ അതാണ് പറഞ്ഞ കണ്ടിൻജൻറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ. അത് തന്നെയാണ്, സെയിമാണ് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി. ഇപ്പോൾ നമുക്കെതിരെ ഒരു പാർട്ടി എന്ത് ചെയ്യണം, പിന്നെ കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോടതിയിൽ കേസ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, ചിലപ്പോൾ അത് നമുക്ക് പ്രതികൂലമായി വന്നേക്കാം. പ്രതികൂലമാണെങ്കിൽ അത് നമുക്ക് ലയബിലിറ്റി ആണേ, നമ്മൾ കൊടുക്കേണ്ടി വരുവേ. അപ്പോൾ കൊടുക്കേണ്ടി വരും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മളത് ആദ്യമേ ഇപ്പം തന്നെ കാണിക്കണോ? അക്കൗണ്ട്സിൽ കാണിക്കേണ്ട കാര്യമില്ല, പക്ഷേ അത് വന്നു കഴിഞ്ഞാൽ കാണിക്കണം. അപ്പോൾ ഇതിന് വേണ്ടി പ്രൊവിഷൻസ് വേണമെങ്കിൽ മാറ്റി വയ്ക്കാം കേട്ടോ. ഇതിന് വേണ്ടി പ്രൊവിഷൻസ് മാറ്റി വയ്ക്കാറുണ്ട്. പ്രൊവിഷൻ ഫോർ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കാറില്ലേ. അതായത് ഇങ്ങനെ വന്നേക്കാവുന്ന ലയബിലിറ്റികൾക്ക് വേണ്ടി നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വയ്ക്കാം, പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്ത് വെക്കാറുണ്ട്.
അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻ. അപ്പോൾ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അത്രയും ഡെപ്തിലേക്കൊന്നും നമുക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്കിത് കാര്യം എന്താണെന്ന് മാത്രം മനസ്സിലാക്കി ഇരുന്നാൽ മതി. അപ്പോൾ കണ്ടിൻജൻറ്റ് ലയബിലിറ്റിയും പറഞ്ഞ ഇത് തന്നെയാണ്. പക്ഷേ ഇത് എങ്ങനെയാണ് ഫുട് നോട്ടിലാണ് കാണിക്കുക കേട്ടോ. ബാലൻസ് ഷീറ്റിൻ്റെ ഷുഡ് നോട്ട് ബി റെക്കഗ്നൈസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഷുഡ് നോട്ട് ബി റെക്കഗ്നൈസ്ഡ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. പക്ഷേ അത് ബാലൻസ് ഷീറ്റിൻ്റെ ഫുട് നോട്ടിൽ കാണിക്കാറുണ്ട് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞത് പ്രുഡൻസ് കൺസെപ്റ്റാണ്. ഈ പ്രുഡൻസ് കൺസെപ്റ്റ് പ്രകാരം അതായത് ഓൾ ലോസ് മസ്റ്റ് ബി ആൻറ്റിസിപ്പേറ്റഡ്, പ്രോഫിറ്റ്സ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ലോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, എന്നാലോ പ്രോഫിറ്റ് എന്തെങ്കിലും വരാണ്ടെങ്കിൽ നമ്മളത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു കൺസെപ്റ്റ് പ്രകാരം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എൻ്റർപ്രൈസിൻ്റെ പിന്നെ എന്തിൽ കാണിക്കാൻ പാടില്ല, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഉൾക്കൊള്ളിക്കാൻ പാടില്ല. പക്ഷേ ഫുട് നോട്ടായിട്ട് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു പ്രിൻസിപ്പിൾ പ്രകാരം. അപ്പോൾ അതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടിൻജൻറ്റ് ലയബിലിറ്റി ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ലിക്വിഡേറ്റ് ഡാമേജസ്, ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച്, ചേഞ്ച് ഓഫ് ഗവൺമെൻറ് പോളിസീസ്, പ്രോഡക്റ്റ് വാറണ്ടി, ബാങ്ക് ഗ്യാരണ്ടിയൊക്കെ എന്തും സംഭവിക്കാം എന്നുള്ളതാണ്. പെൻഡിങ് ഇൻവെസ്റ്റിഗേഷൻ ഓർ പെൻഡിങ് കേസസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻസ് പെൻഡിങ്ങിലുണ്ടെങ്കിൽ അതുപോലെ തന്നെ പെൻഡിങ് കേസസ് അതിൻ്റെ വിധി എന്താവും നമുക്ക് പറയാൻ പറ്റില്ല. ലോ സ്യൂട്ട് ഫോർ തെഫ്റ്റ് അല്ലെങ്കിൽ പേറ്റൻറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോ ഹൗ അതായത് നോളജുമായി ബന്ധപ്പെട്ടോ പേറ്റൻറ്റുമായി ബന്ധപ്പെട്ടോ തെഫ്റ്റുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും ലോ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടത് ഒക്കെ എന്താണ് പിന്നെ ഈ ഒരു കണ്ടിൻജൻറ്റ് ലയബിലിറ്റിയിൽ വരുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ കണ്ടിൻജൻറ്റ് ലയബിലിറ്റി നമ്മൾ പറഞ്ഞു ബാങ്ക് ഗ്യാരണ്ടിന്ന്. അപ്പോൾ അതേപോലെ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട് ലയബിലിറ്റി അണ്ടർ എ ഗ്യാരണ്ടി, അതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ലയബിലിറ്റി അണ്ടർ എ ഗ്യാരണ്ടി ആണ് എന്ത് കണ്ടിൻജൻറ്റ് ലയബിലിറ്റിക്ക് ഉദാഹരണമായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ക്ലിയർ ആവണില്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കൺസെപ്റ്റ് ക്ലിയർ ആയില്ല, കൺസെപ്റ്റ് ഒന്നും കൂടി പറയണം എന്ന്. നിങ്ങൾ ഏതെങ്കിലും കൺസെപ്റ്റ് ക്ലിയർ ആവാത്തുണ്ടെങ്കിൽ പറയണം. നിങ്ങൾ മെൻഷൻ ചെയ്താലല്ലേ എനിക്കറിയുള്ളൂ. നമ്മളിതൊരു വൺ മാൻ ഷോ പോലെയാണ്. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ വായിക്കണു പറയണു, നിങ്ങൾക്കത് ക്ലിയർ ആവുന്നുണ്ടോ, നിങ്ങൾക്കത് അതിൻ്റെ രീതിയിൽ എടുക്കുന്നുണ്ടോ കിട്ടുന്നുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഏതെങ്കിലും ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ. ക്ലിയർ ആവണമെങ്കിൽ സന്തോഷം, അല്ല ക്ലിയർ ആവണില്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം ക്ലിയർ ആവണില്ലെങ്കിൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ റേറ്റ് ഓഫ് ഡിപ്രിസിയേഷൻ ടു ബി ചാർജ്ഡ് ഓൺ ലാൻഡ് ഓൺഡ് ബൈ ദ സൊസൈറ്റി? ഇത് നമ്മളെ ട്വിസ്റ്റ് ചെയ്യിക്കാനുള്ളതാണ് അല്ലേ. ലാൻഡാണ് തന്നിക്കണത്, പക്ഷെ നമ്മൾ ഓടി പിടിച്ച് ഉത്തരം എഴുതുമോ അറിയില്ല. ഡിപ്രിസിയേഷൻ, ലാൻഡിന് ഡിപ്രിസിയേഷൻ ഉണ്ടോ? ലാൻഡിന് ഡിപ്രിസിയേഷൻ ഇല്ല അല്ലേ. ലാൻഡിന് ഡിപ്രിസിയേഷൻ ഇല്ല കേട്ടോ. അപ്പോൾ വേറെ കുറേ സംഭവങ്ങൾക്ക് ഡിപ്രിസിയേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ റേറ്റ്സൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കിയിട്ട് പോകട്ടെ. ഡിപ്രിസിയേഷൻ്റെ വേറെ കുറച്ച് റേറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതുമായി ബന്ധപ്പെട്ടിട്ട് അത് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ലാൻഡ് തന്നെയാണ് മിക്കവാറും ചോദിച്ചു കാണാറുള്ളത് അല്ലേ, നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വെഹിക്കിൾ പറയുന്നുണ്ട്. വെഹിക്കിളിന് പറയുന്നുണ്ട് 30, 25 ഇങ്ങനെ ബാറായിട്ടാണ് പറയുന്നത് കേട്ടോ. 30 പിന്നെ -25, -20, -15 കേട്ടിട്ട് ലാസ്റ്റ് 10% ആണ് പറയുന്നത് കേട്ടോ. പിന്നെ കമ്പ്യൂട്ടറിനും അതുപോലെ പറയണം 34% -33% -33%. അപ്പോൾ ഇതെന്താ അങ്ങനെ ചോദിക്കരുത്, അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല, നിങ്ങളത് പഠിച്ചു വയ്ക്കുക. ഓക്കെ, വുഡൻ ഫർണിച്ചറിന് തേക്ക് ഒഴികെയുള്ളത് 10%, അതുപോലെ തന്നെ തേക്കിന് 5%, അയൺ ഫർണിച്ചറിന് 10%, മെഷീനറി 10%, ലൈബ്രറി 10%, ബിൽഡിങ്ങിന് 2.5% ആണ് കേട്ടോ. അപ്പം എൻ്റെ ലിമിറ്റഡ് നോളജ് വെച്ചിട്ട് കിട്ടിയ ഒരു റേറ്റാണ് നമ്മളോട് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പുതിയ റേറ്റ് ചേഞ്ച് ആയോ എന്നൊന്നും എനിക്കറിയില്ല. ഇനി പുതിയ വല്ല അപ്ഡേഷൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. പുതിയ വല്ല അപ്ഡേഷൻസും വന്നിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വല്ല ഡീറ്റെയിൽസും എവിടെന്നെങ്കിലും കിട്ടുമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഡിപ്രിസിയേഷനുമായി ബന്ധപ്പെട്ടിട്ട് ഇതാണ് പറയണത്. അതിൽ പിന്നെ വുഡൻ ഫർണിച്ചർ തേക്ക് ഒഴികെയുള്ളത് 10%, തേക്ക് 5%, അയൺ ഫർണിച്ചർ 10%, മെഷീനറി 10%, ലൈബ്രറി 10%, ബിൽഡിങ് 2.5% ആണ്
ഉള്ളത് കേട്ടോ. ഇപ്പം കിട്ടിയ നോളജ് വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഇനി ഓഡിറ്റിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഓഡിറ്റ് ഫീ ഓഫ് എ പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ്. പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സെയിൽ പ്രൊസീഡ്സ് ആണോ, വർക്കിംഗ് ക്യാപിറ്റൽ ആണോ, വർക്കിംഗ് ക്യാപിറ്റൽ ഓർ സെയിൽസ് പ്രൊസീഡ്സ് വിച്ച് എവർ ഈസ് ഹൈ ആണോ, ഗ്രോസ് ഇൻകം ആണോ എന്ന്. അപ്പോൾ അത് നമുക്ക് ശരിക്കും ഈ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റി മാത്രം നമ്മൾ പഠിച്ചു പോയാൽ മതിയോ? പോരാട്ടോ, നമുക്ക് വേറെ സംഭവങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് മൊത്തം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കുകയാണ്. വീഡിയോ ലെങ്ത്ത് കൂടുമോയെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് തീർത്തിട്ടേ പോകുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റിയാണ്. പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റി സെയിൽ പ്രൊസീഡ്സ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റി സെയിൽ പ്രൊസീഡ്സ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ സെയിൽ പ്രൊസീഡ്സ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആണ് കേട്ടോ. സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് എന്ന് പറയുന്ന സെക്ഷൻ സെയിൽസ് പ്രൊസീഡ്സ് വെച്ചിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷേ ഈ സൊസൈറ്റി ഡീലിംഗ് ഇൻ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കയറും കൺസ്യൂമറും ഇല്ല എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. എക്സെപ്റ്റ് കയർ ആൻഡ് കൺസ്യൂമർ. ഓക്കെ, എക്സെപ്റ്റ് കയർ ആൻഡ് കൺസ്യൂമർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എക്സെപ്റ്റ് കയർ ആൻഡ് കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയർ ഫെഡ് എങ്ങനെയാണെന്ന് നോക്കണം. അതായത് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമറിൻ്റെ അപ്പെക്സ് ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പ്രൈമറി കൺസ്യൂമർ സെയിൽ പ്രൊസീഡ്സ് വെച്ചിട്ട് തന്നെയാണ് നോക്കുന്നത്. കയർ ഫെഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ കയർ സെയിൽസ് ആൻഡ് കമ്മീഷൻ, അതായത് കയർ സെയിൽസ് ആൻഡ് കമ്മീഷൻ റിസീവ്ഡ് ഹാഫ് റേറ്റ് വെച്ചിട്ടാണ് അവർ, അതിൻ്റെ പകുതി റേറ്റ് വെച്ചിട്ടാണ് കയർ ഫെഡ് നോക്കുന്നത്. കയർ സെയിൽസും അതിൻ്റെ കമ്മീഷൻ റിസീവ്ഡും നോക്കിയിട്ടാണ് അവർ ഓഡിറ്റ് ഫീ തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു കൺസ്യൂമർ ഒഴികെയെന്ന്. പ്രൈമറി കൺസ്യൂമർ ആണെങ്കിൽ സെയിൽ പ്രൊസീഡ്സ് വെച്ചിട്ടും DWCസും കൺസ്യൂമർ ഫെഡ് ആണെങ്കിലോ സെയിൽസ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് എവർ ഈസ് ഹയർ അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. എങ്ങനെ? സെയിൽസ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് എവർ ഈസ് ഹയർ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ സെയിൽസ് പ്രൊസീഡ്സ് വെച്ചിട്ട് നോക്കുന്ന ആൾക്കാർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീവേഴ്സ്, ഹോസ്പിറ്റൽ, ഡയറി, ഇവരും സെയിൽ പ്രൊസീഡ്സ് വെച്ചിട്ടാണ്. അപ്പോൾ സെയിൽ പ്രൊസീഡ്സ് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞത് കേട്ടോ. ആരൊക്കെ പറഞ്ഞു നമ്മൾ സെയിൽ പ്രൊസീഡ്സ് വെച്ചിട്ടുള്ളത്? സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് പറഞ്ഞു. അതിൽ എക്സെപ്റ്റ് ആരെ എക്സെപ്റ്റ് ചെയ്തു? കയർ ഫെഡിനെ എക്സെപ്റ്റ് ചെയ്തു. പിന്നെ ആരെ എക്സെപ്റ്റ് ചെയ്തത്? കൺസ്യൂമറിനെ എക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ പ്രൈമറി കൺസ്യൂമർക്ക് വന്നു. അതായത് ഈ ക്വസ്റ്റ്യൻ പ്രൈമറി കൺസ്യൂമർ എങ്ങനെയാണ്? സെയിൽ പ്രൊസീഡ്സ് വെച്ചിട്ട് തന്നെയാണ് നോക്കണത്. പക്ഷേ DWSും അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡും അപ്പെക്സ്. DWS എങ്ങനെയാണ്? DWS നോക്കുന്നത് സെയിൽസ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് എവർ ഈസ് ഹയർ. അതുപോലെ തന്നെയാണ് കൺസ്യൂമർ ഫെഡും നോക്കുന്നത്, സെയിൽസ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് എവർ ഈസ് ഹയർ. അപ്പോൾ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുകൂടാതെ ഇനി സെയിൽ പ്രൊസീഡ്സ് വെച്ചിട്ട് ഓഡിറ്റ് ഫീസ് അടയ്ക്കുന്നത് ആരാണ്? വീവേഴ്സ് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്, ഡയറി സൊസൈറ്റീസ് ഉണ്ട്. ആരൊക്കെയുണ്ട്? വീവേഴ്സ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, ഡയറി സൊസൈറ്റീസ് ഉണ്ട്. ഇവരൊക്കെ സെയിൽ പ്രൊസീഡ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ പ്രധാനമായിട്ട് ഇതേപോലത്തെ ചോദിക്കാറുള്ളതാണ് ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ് എങ്ങനെയാണ് ഓഡിറ്റ് ഫീസ് ഏത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാറെന്നുള്ളത്. ഹയർ ചാർജ് ആണ് കേട്ടോ കളക്ട് ചെയ്തിട്ടാണ്. ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ് ആണല്ലോ, അപ്പോൾ അവർ ഹയർ ചാർജ് കളക്ട് ചെയ്തിട്ടാണ് അവർ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യാതെന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഇത് മുഴുവൻ അങ്ങ് പറഞ്ഞിട്ട് പോവാം അല്ലേ. ഓൾ ക്രെഡിറ്റ് സൊസൈറ്റീസ് എക്സെപ്റ്റ് പി കാർഡും ഹൗസിങ്ങും ഒഴികെയുള്ള മറ്റ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഒക്കെ എങ്ങനെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ ബേസ്ഡ് ആണ് ഓഡിറ്റ് ഫീസ് കൊടുക്കുന്നത്. എങ്ങനെ? ഓൾ ക്രെഡിറ്റ് സൊസൈറ്റീസ് എക്സെപ്റ്റ് പി കാർഡ്, പിന്നെ ആരെ എക്സെപ്റ്റ് ചെയ്തത്? ഹൗസിങ് കേട്ടോ. അവർ വർക്കിംഗ് ക്യാപിറ്റൽ ബേസ്ഡ് ആയിട്ടാണ് എന്ത് കൊടുക്കുന്നത്? ഓഡിറ്റ് ഫീസ് കൊടുക്കുന്നത്. അപ്പോൾ എക്സെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ എക്സെപ്ഷൻ ഉള്ളവരെ ആദ്യം പഠിക്കണം, പി കാർഡിനെയും ഹൗസിങ്ങിനെയും. അപ്പോൾ പി കാർഡും ഹൗസിങ്ങും എങ്ങനെയാണെന്ന് വെച്ചാൽ, പി കാർഡെന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, നമ്മുടെ പിന്നെ കേസ് കാർഡിൻ്റെ പ്രൈമറി കേട്ടോ, ലോങ് ടേം കൊടുക്കുന്നതിൻ്റെ പ്രൈമറി. അഗ്രഗേറ്റ് ലോൺസ് ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡ് ഡ്യൂറിങ് ദ ഇയർ എന്നാണ് പറയുന്നത്. എങ്ങനെ? അഗ്രഗേറ്റ് ലോൺസ് ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡ് ഡ്യൂറിങ് ദ ഇയർ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവർ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? പിന്നെ അതുപോലെ സൊസൈറ്റീസ് ഹാവിങ് ക്രെഡിറ്റും നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസും ഡീൽ ചെയ്യുന്നവർ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ സെയിൽസ് വിച്ച് എവർ ഈസ് ഹയർ അത് നോക്കിയിട്ടാണ്.
എങ്ങനെ സൊസൈറ്റീസ് ഹാവിങ് ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് നോക്കുന്നവർ വർക്കിംഗ് ക്യാപിറ്റൽ ഓർ സെയിൽസ് വിച്ച് എവർ ഈസ് ഹയർ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞതാണ് പിന്നെ കയർഫെഡിൻ്റെ കാര്യം, പ്രൈമറിയുടെ കാര്യം, DWSൻ്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ വനിതാ സൊസൈറ്റീസ്, ഫാമിങ്, സോഷ്യൽ വെൽഫെയർ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്ന, അതായത് ഡെപ്പോസിറ്റ്സ് ആക്സെപ്റ്റ് ചെയ്യുന്നവരൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ നോക്കിയിട്ടാണ്. അതാണ് ക്രെഡിറ്റ് സൊസൈറ്റീസ് പിന്നെ നമ്മുടെ ഇത് വാങ്ങിക്കുന്നതല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ വർക്കിംഗ് ക്യാപിറ്റൽ നോക്കിയിട്ടാണ് ഓഡിറ്റ് ഫീസ്. വനിതാ സൊസൈറ്റീസ്, ഫാമിംഗ് സൊസൈറ്റീസ്, സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് വിച്ച് ആക്സെപ്റ്റ്സ് ഡെപ്പോസിറ്റ്സ് അവർ ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ബേസ്ഡ് ആണ് കേട്ടോ. അതർ സൊസൈറ്റീസ് ആണെങ്കിൽ ഗ്രോസ് ഇൻകം ബേസ്ഡ് ആണ്. വീവേഴ്സും ഹോസ്പിറ്റലും ഡയറിയും നമ്മൾ പറഞ്ഞു സെയിൽ പ്രൊസീഡ്സ് നോക്കിയിട്ടാണ്. വനിതാ സൊസൈറ്റീസ് വിച്ച് ഡു നോട്ട് ആക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഗ്രോസ് ഇൻകം. വനിതാ സൊസൈറ്റീസ്, ഫാമിംഗ് സൊസൈറ്റീസ്, സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസ് വിച്ച് ആക്സെപ്റ്റ്സ് ഡെപ്പോസിറ്റ്സ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ ബേസ്ഡും വിച്ച് ഡു നോട്ട് ആക്സെപ്റ്റ്സ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ ഗ്രോസ് ഇൻകം ബേസ്ഡും ആണ്. ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ് നമ്മൾ പറഞ്ഞു ഹയർ ചാർജ് കളക്ട് ചെയ്യുന്നതിൻ്റെ ബേസിലാണെന്ന്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോളാണത്, നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ. ഇതെന്തായാലും ഒരു ചോദ്യം ഉറപ്പാണ്. അപ്പോൾ അത് നിങ്ങൾ വൃത്തിക്ക് പഠിക്കണം. ഓക്കെ, അപ്പോൾ അത് നന്നായി പഠിക്കണം ആ ഭാഗം കേട്ടോ. ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാവണ വരെ കേട്ട് വ്യക്തമായി ഒരു കോളം എങ്കിലും മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവണം വെച്ചാൽ അങ്ങനെ എഴുതി വെച്ച് പഠിക്കുക കേട്ടോ. അപ്പോൾ പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തതാണല്ലേ. പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഇവിടെ സെയിൽ പ്രൊസീഡ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. പ്രൈമറി കൺസ്യൂമർ സൊസൈറ്റി സെയിൽ പ്രൊസീഡ്സ് ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം when the original voucher lost ആയി the institution may produce copy of the same. അതിൻ്റെ കോപ്പി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനെന്ത് പേരാ പറയാന്നല്ലേ. ഒറിജിനൽ വൗച്ചർ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോപ്പിക്ക് എന്ത് പറയും, എന്താ പറയുക, അറിയണതാണ് അല്ലേ. പ്രൈമറി വൗച്ചറാണോ, കൊളാട്രൽ വൗച്ചറാണോ, ഡ്യൂപ്ലിക്കേറ്റ് വൗച്ചറാണോ, നൺ ഓഫ് ദീസ് ആണോ, എന്താ അത്, കൊളാട്രൽ വൗച്ചർ അല്ലേ. ഓക്കെ, ഒറിജിനൽ പോയി പിന്നെ പ്രസൻറ്റ് ചെയ്യുന്നതിന് കൊളാട്രൽ വൗച്ചർ എന്നാണ് പറയുക. ഓക്കെ, അടുത്തത് ഓഡിറ്റിംഗ് ഫേം എന്ന് പറഞ്ഞാൽ മീൻസ് എ ഫേം ഇൻക്ലൂഡിങ് 2 or more ഡാഷ് ഹാവിങ് നോളജ് ഇൻ കോപ്പറേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഉള്ള എത്ര പേര് അടങ്ങുന്നതാണ് ഓഡിറ്റ് ഫേം എന്ന് പറഞ്ഞാൽ 2 or more, 2 അതിലധികമോ ആര് ഉൾക്കൊള്ളുന്നതാണെന്നാണ്. ഓഡിറ്റ് ഫേമിൽ ആരാ ഉൾക്കൊള്ളുക, ആരാ ഓഡിറ്റ് ഫേമിൽ സാധാരണയായിട്ട് ഉൾക്കൊള്ളുക, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ അല്ലേ. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരാണ് എന്ത് ഓഡിറ്റ് ഫേമിൽ ഉൾപ്പെടുന്നത് കേട്ടോ. പക്ഷേ ഓഡിറ്റിങ്ങിന് എല്ലാവരെയും പരിഗണിക്കാം. ഓഡിറ്റേഴ്സിനെ പരിഗണിക്കുന്നുണ്ട്, റിട്ടയേർഡ് ഹാൻഡ്സിനെ പരിഗണിക്കുന്നുണ്ട്. അത് നമ്മൾ ആ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഓഡിറ്റിങ്ങിൻ്റെ ഭാഗത്തിൽ പറയുന്നുണ്ട്. ഓഡിറ്റ് ഫേമിൽ ആരെയാണ് ഉൾക്കൊള്ളിക്കുക, 2 അതിലധികമോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാർ കോപ്പറേറ്റീവ് ഓഡിറ്റിൽ പരിചയമുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമാരിലാണ് ഓഡിറ്റ് ഫേം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് ഷുഡ് ബി സെൻഡ് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്തിൻ മന്ത്സ് ഡാഷ് മന്ത്സ് എന്നുണ്ട് ഇവിടെ, ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ ഓഡിറ്റ്. ഓഡിറ്റ് കഴിഞ്ഞ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് എത്ര നാൾ കഴിഞ്ഞാണ്, ഇവിടെ മന്ത്സ് ആണ് കേട്ടോ, എത്ര മാസം കഴിഞ്ഞാണ് പിന്നെ തിരിച്ചയക്കേണ്ടത് എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. ഡാഷ് മന്ത്സ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ ഓഡിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ പണ്ടത്തെ, അതായത് ഇപ്പം അമെൻഡ് ചെയ്തപ്പോൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പണ്ട് എത്ര മതായിരുന്നു, ഓഡിറ്റ് റിപ്പോർട്ട് കിട്ടിയിട്ട് DCA ഓഡിറ്റ് സർട്ടിഫിക്കറ്റും ഓഡിറ്റ് മെമ്മോറാണ്ടവും കൂടി സൊസൈറ്റിക്ക് അയക്കേണ്ടത് ആദ്യം 3 മാസമായിരുന്നു. അപ്പോൾ അന്ന് 3 മന്ത്സാണ് ഉത്തരം കൊടുത്തിട്ടുള്ളത് കേട്ടോ. പക്ഷേ ഇപ്പം മാറി 45 ദിവസമായിട്ടോ. 2023 ഈ പറഞ്ഞ പോലെ അമെൻമെൻറ്റ് ആക്ട് വന്നില്ലേ. അപ്പോൾ 45 ഡേയ്സാണ് ഇപ്പോൾ പഠിക്കേണ്ടത് കേട്ടോ. 45 ഡേയ്സിനുള്ളിൽ എന്ത് ചെയ്യണം, ഇൻസ്റ്റിറ്റ്യൂഷന് സെൻഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലേ. ഇവിടെ ഉത്തരം നമുക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. 45 ഡേയ്സാണ് ഇപ്പോൾ പഠിക്കേണ്ടത്. അന്ന് 3 മാസമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ പഠിക്കേണ്ടത് 45 ഡേയ്സാണ് കേട്ടോ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് അയക്കേണ്ടത്. ഓക്കെ,
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ബുക്ക് മെയിൻറ്റെയിൻഡ് ബൈ ദ ഓഡിറ്റർ ടു നോട്ട് ഡൗൺ ഓൾ എൻക്വയറീസ് മെയ്ഡ് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് റിപ്ലൈസ് റിസീവ്ഡ്. അതായത് ഓഡിറ്റിങ്ങിൻ്റെ സമയത്ത് നോട്ട് ഡൗൺ ചെയ്യണം എന്തെല്ലാം കാര്യങ്ങൾ, എൻക്വയറീസ് ഉണ്ടാവും, ഓഡിറ്റിങ്ങിൻ്റെ സമയത്തുള്ള റിപ്ലൈസ്, കിട്ടിയ മറുപടികൾ, ഇതൊക്കെ നോട്ട് ചെയ്യുന്നത് എന്താണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒക്കെ എല്ലാ ഓപ്ഷൻസിലും കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്? ഓഡിറ്റ് റിപ്പോർട്ടാണോ, ഓഡിറ്റ് മെമ്മോറാണ്ടം ആണോ, പിന്നെ അതുപോലെ തന്നെ ഓഡിറ്റ് നോട്ട് ബുക്ക് ആണോ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കിതെന്താണ് എല്ലാം എന്ന് പഠിക്കാം. അപ്പോൾ എന്താ ഓഡിറ്റ് മെമ്മോറാണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓഡിറ്റ് മെമ്മോറാണ്ടം ഒരു റിട്ടൺ പ്ലാൻ ആണ് വിച്ച് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ കണ്ടക്ട് ഓഫ് ഓഡിറ്റ്. ഇങ്ങനെ ഓഡിറ്റ് മെമ്മോറാണ്ടം ഒരു റിട്ടൺ പ്ലാൻ ആണ് വിച്ച് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ് നടത്തുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് പ്ലാൻ. ഇറ്റ് ഈസ് എ പ്ലാൻ ഓർ സ്കീം ഓഫ് വർക്ക് ടു ബി ഡൺ ബൈ ദ ഓഡിറ്റർ ആൻഡ് ഹിസ് സ്റ്റാഫ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ ഓഡിറ്റർ. ആരത് പ്രിപ്പയർ ചെയ്യുന്നത്? ഓഡിറ്ററാണ്. ഓൺ ദ ബേസിസ് ഓഫ് ദ ക്വാണ്ടിറ്റി ആൻഡ് ഐറ്റംസ് ഓഫ് വർക്ക് ടു ബി ഡൺ ഇൻ എ സൊസൈറ്റി ഫോർ ഈച്ച് ഡേ ഓർ മന്ത് ഓർ ഇയർ. ഇപ്പോൾ ഒരു ഓഡിറ്റർക്ക് ഇപ്പോൾ ഒരു മാസം ഇപ്പോൾ ഇന്ന ദിവസങ്ങളിൽ, ഇപ്പോൾ ആദ്യത്തെ 7 ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ 8 ദിവസം ഇന്ന സൊസൈറ്റിയിൽ, അത് കഴിഞ്ഞ് 15-ാം തീയതിക്ക് ശേഷം പിന്നെ അടുത്ത സൊസൈറ്റിയിൽ, അത് കഴിഞ്ഞ് പിന്നെ അടുത്ത 2 ദിവസം വേറൊരു സൊസൈറ്റി, അങ്ങനെ അലോട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അയാളുടെ ഒരു വർക്ക് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഒരു പ്ലാൻ ഉണ്ടാവും അയാൾക്ക്. ഈ ഒരു മാസം ഞാൻ ഏതൊക്കെ സൊസൈറ്റികളിൽ പോയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു രേഖയാണ് ഇതെന്ന് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഡീറ്റെയിൽസാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഈ ഓഡിറ്റ് പ്രോഗ്രാം അഡ്വാൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം ഓഡിറ്റർ. അത് പ്രിപ്പയർ ചെയ്താൽ പോരാ, അത് DCA കൊണ്ട് അപ്രൂവ് ചെയ്യിക്കും വേണം കേട്ടോ. ആരത് അപ്രൂവ് ചെയ്യിക്കേണ്ടത്? DCA കൊണ്ട് അപ്രൂവ് ചെയ്യിക്കണം ഓഡിറ്റർ. അപ്പോൾ ഓഡിറ്റ് പ്രോഗ്രാം ഈസ് പ്രിപ്പയർഡ് ബൈ ഓഡിറ്റർ ആൻഡ് ഇൻ അഡ്വാൻസ് ആൻഡ് ഇറ്റ് ഷുഡ് ബി അപ്രൂവ്ഡ് ബൈ ദ DCA എന്ന് പ്രത്യേകം ഓർത്തിരിക്കണം. ഓക്കെ. അപ്പോൾ ഈ ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? ഓഡിറ്ററാണ്. എന്തു പ്രകാരം? ഓൺ ദ ബേസിസ് ഓഫ് ക്വാണ്ടിറ്റി ഓർ ഐറ്റംസ് വർക്ക്. അദ്ദേഹം ചെയ്യുന്ന ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട്, വർക്ക് അനുസരിച്ചിട്ട് അദ്ദേഹം ഏത് സൊസൈറ്റിയിൽ ഏത് വർഷം ഏത് ഡേറ്റ് പോകണു. അപ്പോൾ ഇയാൾക്ക് അറിയും, DCAക്ക് അറിയും, ഇന്ന ആൾ ഇന്ന ഭാഗത്ത് ഇന്ന സൊസൈറ്റിയിലാണ് ഇന്ന മാസം അല്ലെങ്കിൽ ഇത്രാം തീയതി വർക്ക് ചെയ്യുന്നത്. അയാൾക്ക് അവിടെ തെളിവുണ്ട്. ഓക്കെ. അപ്പോൾ അത് പറയണം കേട്ടോ. ഓഡിറ്റ് പ്രോഗ്രാം ഈസ് എ റിട്ടൺ പ്ലാൻ വിച്ച് കണ്ടെയ്ൻസ് ദ ഡീറ്റെയിൽസ് റിഗാർഡിംഗ് ദ കണ്ടക്ട് ഓഫ് ഓഡിറ്റ്. അപ്പോൾ അടുത്തത് ഓഡിറ്റ് നോട്ട് ബുക്കാണ്. നോട്ട് ബുക്ക് ഒരു ബുക്കാണ്, രജിസ്റ്ററാണ് അല്ലെങ്കിൽ ഡയറിയാണ്. ആര് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ്. ഈ കോഴ്സിൻ്റെ സമയത്ത്, അതായത് ഓഡിറ്റിങ്ങിൻ്റെ സമയത്ത് ഓഡിറ്റർ വെച്ചിരിക്കുന്ന ഡയറിയാണ് എന്ത് ഓഡിറ്റ് നോട്ട് ബുക്ക്. അതല്ല ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉത്തരം എന്താണ് ഇവിടെ ഉത്തരം ഓഡിറ്റ് നോട്ട് ബുക്കാണ് അല്ലേ. ഓക്കെ. ഓഡിറ്റ് നോട്ട് ബുക്ക് ഈസ് എ ബുക്ക്, രജിസ്റ്റർ ഓർ ഡയറി മെയിൻറ്റെയിൻഡ് ബൈ ദ ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് ഫോർ റെക്കോർഡിങ്. എന്തിനു വേണ്ടിയിട്ട്? ഹിസ് ഒബ്സർവേഷൻസ് ഓഫ് ഓഡിറ്റ്. പോയിൻറ്റ്സ് ചെയ്യും അല്ലേ. ടു ബി ഡിസ്കസ്ഡ് വിത്ത് ദ ഓഡിറ്റർ ദ പോയിൻറ്റ്സ് വിച്ച് റിക്വയർസ് ഫർദർ ക്ലാരിഫിക്കേഷൻ. ഡിസ്കസ് ചെയ്ത പോയിന്റുകളൊക്കെ അതിലുണ്ടാവും. പിന്നെ ഫർദർ ക്വാളിഫിക്കേഷൻസ് എന്തെങ്കിലും വേണമെങ്കിൽ അതും ഉൾപ്പെടുത്തും. അപ്പോൾ ഇവിടെ ഉത്തരം മനസ്സിലായല്ലോ. ഉത്തരം ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് ഓഡിറ്റ് നോട്ട് ബുക്കാണെന്ന് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഓഡിറ്റ് നോട്ട് ബുക്കാണ് ഇവിടെ ഉള്ളത് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ഉണ്ട്, അല്ലെങ്കിൽ ഓഡിറ്റ് വർക്കിംഗ് ഷീറ്റ് എന്നൊക്കെ അറിയപ്പെടും കേട്ടോ. അതും കൂടി നമ്മൾ എന്തായാലും ഒന്ന് പറഞ്ഞിട്ട് പോവാം. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ വർക്കിംഗ് ഷീറ്റ് എന്നൊക്കെ പറയും. അതെന്താണ്? അത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ ആർ ദ പേപ്പേഴ്സ് ഓർ ഡോക്യുമെൻറ്റ്സ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഡീറ്റെയിൽസ് അബൌട്ട് അക്കൗണ്ട്സ് വിച്ച് ആർ അണ്ടർ ഓഡിറ്റ്. ഓഡിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പം നിലവിൽ ഓഡിറ്റിലുള്ള സംഭവങ്ങളെ എഴുതി വെക്കുന്നതാണ്. പേപ്പേഴ്സും ഡോക്യുമെൻറ്റ്സും ഒക്കെ അവർ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ. അതാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് അല്ലെങ്കിൽ വർക്കിംഗ് ഷീറ്റ് എന്ന് പറയുക കേട്ടോ. ഇത് ഓഡിറ്ററുടെ പ്രോപ്പർട്ടി ആണെന്നാണ് പറയുന്നത്. ഓക്കെ. കറണ്ട് ഇയർ വർക്കിംഗ് പേപ്പേഴ്സ് ആർ യൂസ്ഡ് ഒരു ബേസായിട്ട് നെക്സ്റ്റ് ഇയർ ഓഡിറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും കേട്ടോ. അടുത്ത വർഷത്തെ ഓഡിറ്റിന് വേണ്ടിയിട്ട് ഈ വർഷത്തെ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചതൊക്കെ ഓടിക്കും. ഇഫ് എന്തെങ്കിലും കേസ് അറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിറ്ററുടെ ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ ഓഡിറ്റർ അഗെയിൻസ്റ്റ് ഹിസ് ലയബിലിറ്റീസ് ഫോർ നെഗ്ലിജൻസ്. കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഡാറ്റയാണ് ഈ ഒരു വർക്കിംഗ് പേപ്പർ. ആ സമയത്ത് അയാൾ കളക്ട് ചെയ്ത് വെച്ച എല്ലാ രേഖകളും ഇതിലുണ്ടായിരിക്കും. അപ്പോൾ അയാൾക്ക് അയാളുടെ സത്യസന്ധത തെളിയിക്കാൻ കഴിയും. ആ ഒരു
ഡ്യൂറിങ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റിലുള്ള സംഭവങ്ങളൊക്കെ അയാൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഓഡിറ്റിംഗ് വർക്കിംഗ് പേപ്പേഴ്സ് ആരുടെ പ്രോപ്പർട്ടി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, ഇറ്റ് ഈസ് ദ പ്രോപ്പർട്ടി ഓഫ് ദ ഓഡിറ്റർ എന്ന് പറയേണ്ടി വരും കേട്ടോ. ഓക്കെ, അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഓവർ ഡ്യൂ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് എന്താണ്? കാലഹരണപ്പെട്ട പലിശയ്ക്ക് അല്ലേ. അതെവിടെയാണ് ഉൾക്കൊള്ളിക്കുക എന്നാണ് ചോദ്യം. വൈൽ പ്രിപ്പയറിംഗ് ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് ഷാൾ ബി ഷോൺ ഓൺ ദ, എവിടെയാണ് കാണിക്കുക എന്നാണ് ചോദ്യം. ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് എവിടെയാണ് കാണിക്കുന്നത്? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലാണോ, എക്സ്പെൻസ് സൈഡിലാണോ, അസറ്റ് സൈഡിലാണോ, ലയബിലിറ്റി സൈഡിലാണോ ചോദിച്ചിട്ടുണ്ട്. ലയബിലിറ്റി എവിടെയാണ് കാണിക്കുന്നത്? അസറ്റ് സൈഡിലാണ് കാണിക്കുക കേട്ടോ. ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് അല്ലേ, ഓവർ ഡ്യൂ ഇൻട്രസ്റ്റ് എവിടെയാണ് കാണിക്കുക? അസറ്റ് സൈഡിൽ കേട്ടോ. ഓക്കെ, കിട്ടൂലോ, അതുകൊണ്ട് അസറ്റാണ് കേട്ടോ. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യമാണ്, കിട്ടുന്ന സംഭവമാണ്, അതുകൊണ്ട് അസറ്റ് സൈഡിൽ കാണിക്കുന്നു. അടുത്തത് നമ്മുടെ NPA ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നോൺ പെർഫോമിങ് അസറ്റ് എന്ന് തന്നെയാണ്. ഇപ്പം അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണ് അല്ലേ. ഇനിയിപ്പോൾ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ വരുമെന്ന് വെച്ചാൽ നമുക്കറിയില്ല. നോൺ പെർഫോമിങ് അസറ്റ് എന്നാണ് ഇവിടെ എന്തായാലും വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് NPAയുടെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കുറച്ച് NPAയുടെ കണ്ടീഷൻസ് ഒന്ന് പറഞ്ഞിട്ട് പോകാം അല്ലേ. NPAയുടെ പ്രധാനപ്പെട്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെ, ഇനിയിപ്പോൾ NPAയുടെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് വരാറുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് വന്ന സ്ഥിതിക്ക് നമുക്ക് NPA ഒന്ന് പറഞ്ഞിട്ട് പോകാം കേട്ടോ, ഒന്ന് കേട്ടിട്ട് പോകാം NPAനെ കുറിച്ചിട്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സിൽ സ്റ്റാൻഡേർഡ് അസറ്റ്സും വരും, അതുപോലെ തന്നെ നോൺ പെർഫോമിംഗ് അസറ്റും വരും. സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? റെഗുലർ ആയിരിക്കും, സ്ട്രെസ്സുകളൊന്നുമില്ലാത്ത നല്ല അസറ്റുകൾ, ഈൽഡൊക്കെ കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ് സ്റ്റാൻഡേർഡ് അസറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ ഈ സ്റ്റാൻഡേർഡ് അസറ്റ് കുറച്ച് കഴിയുമ്പോഴാണ് കുറച്ച് കഴിയുമ്പോൾ സ്ട്രെസ്സൊക്കെ കാണിക്കാൻ തുടങ്ങും. അങ്ങനെയാണത് സ്ട്രെസ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു കാറ്റഗറിയിലേക്ക് മാറുന്നത് എന്ന് പറയാം. അതായത് 1 മുതൽ 90 ദിവസം വരെ ഡിലേ തുടങ്ങിക്കഴിഞ്ഞാൽ, ഡിലേ ഇങ്ങനെ ആവണ ഒരു പീരിയഡിലുള്ളതിനാണ് സ്ട്രെസ്ഡ് ആയിട്ട് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ ഈ സ്ട്രെസ്ഡിന് 1 മുതൽ 90 ഡേയ്സ് ഡിലേ വന്നതാണ് സ്ട്രെസ്ഡ് പീരിയഡിൽ ഉൾപ്പെട്ട അസറ്റ്. സ്റ്റാൻഡേർഡ് അസറ്റ് തന്നെയാണ് അത്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി NPAക്ക് മാറുന്നില്ല. ഓക്കെ, 1 to 90 ഡേയ്സ് ഉള്ളിലുള്ളതാണ്. 1 to 90 ഡേയ്സിൻ്റെ ഉള്ളിൽ ഡിലേ വന്ന, 1 മുതൽ 90 ദിവസം വരെ ഡിലേ വന്നതാണ് സ്ട്രെസ്ഡ് അസറ്റായിട്ട് കണക്കാക്കുന്നത്. ഈ സ്ട്രെസ്ഡിനെ നമ്മൾ 3 കാറ്റഗറി ആയിട്ട് തിരിക്കും. ആദ്യം നമ്മൾ SMA 0 എന്ന് പറയും കേട്ടോ. എങ്ങനെയാണ് പറയുക? SMA 0 എന്ന് പറയുന്നുണ്ട്. പിന്നെ SMA 1 എന്ന് പറയുന്നുണ്ട്. എന്താ ഇപ്പോൾ SMA? സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട്. സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? അപ്പം ഈ ഒരു സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് RBI ആണ് കേട്ടോ. 2014 ഈ ഒരു സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം ആയത്. അതായത് ഈ ഒരു NPA ആവുന്നതിന് മുമ്പ് തന്നെ ഇത് കുറച്ച് സൈനുകളൊക്കെ കാണിച്ചു തുടങ്ങും അല്ലേ. സിക്നെസ് അസറ്റ് അക്കൗണ്ടിൽ കാണിച്ചു തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ടിന് കുറച്ചും കൂടി ഈ ഒരു കാറ്റഗറിയിലേക്ക് ഇങ്ങനെ തുടങ്ങുന്നതിൻ്റെ, അതായത് അടവ് മുടങ്ങുന്ന സംഭവങ്ങളൊക്കെ ഈ ഒരു SMA കാറ്റഗറിയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ എന്താ ഗുണം വെച്ചാൽ അതിനെ ഒന്ന് ഇത്തിരിയും കൂടി എന്ത് ചെയ്യാം, പ്രോപ്പർ മോണിറ്റർ ചെയ്യാൻ പറ്റും, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് അതിനെ NPA കാറ്റഗറിയിലേക്ക് സ്ലിപ്പ് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, SMA എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് 2014 നമ്മുടെ RBI കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ട് തുടങ്ങിയതാണ്? ഈ ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്ത് തുടങ്ങുന്ന 1 മുതൽ 90 ദിവസം വരെ അടവ് ഇങ്ങനെ മുടങ്ങി കിടക്കുന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകളാണ് ഇതിൽ കൊണ്ടുവരിക. അതിന് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻസ് എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ NPA ആക്കി മാറ്റാതിരിക്കാനുള്ള സോഴ്സസ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2014 ഇങ്ങനെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ ശരിക്കും 90 ദിവസം പിന്നെ അടയ്ക്കാതെ അടവ് മുടങ്ങി കഴിഞ്ഞാൽ പിന്നീടാണ് പിന്നെ എന്തായി മാറുന്നത്, 90 ദിവസം കഴിഞ്ഞാലാണ് എന്തായി മാറുക, NPA ആയിട്ട് മാറുക കേട്ടോ. NPA നോൺ പെർഫോമിംഗ് അസറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറുക. അത് ഈ ഏത് കമ്മിറ്റിയാണ് ഇത് റെക്കമെൻഡ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നരസിംഹം ഫസ്റ്റ് കമ്മിറ്റിയാണ് കേട്ടോ. NPA റെക്കമെൻഡ് ചെയ്യുന്ന കമ്മിറ്റി ആരാണ്? നരസിംഹം ഫസ്റ്റ് കമ്മിറ്റിയാണ്. അപ്പോൾ SMA 0 കുറിച്ച്, SMA 0 എന്ന് വെച്ചാൽ എന്താണ്? 1 മുതൽ 30 ദിവസം ഡിലേ ആവുക.
1 മുതൽ 30 ദിവസം, ഫസ്റ്റ് 1 to 30 ദിവസം ഡിലേ ആവുന്നതിന് നമ്മൾ എന്തു പറയും? SMA 0. SMA എന്താണെന്ന് മനസ്സിലായില്ലേ? ഓക്കെ, SMA എന്താണ്? സ്പെഷ്യൽ മെൻഷൻ അക്കൗണ്ട് ആണ്. അത് 0 ആകുമ്പോൾ 1 മുതൽ 30 ഡേയ്സ് ഡിലേ. 1 ആകുമ്പോഴോ 31 to 60 ഡേയ്സ് ഡിലേ. SMA 2 ആകുമ്പോഴോ, SMA 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 61 മുതൽ 90 ദിവസം വരെ ഡിലേ ആയതാണ് എന്ത്? SMA 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അത് 90 ഡേയ്സ് ഡിലേ കൂടുതലായ അതെന്തായി? നോൺ പെർഫോമിംഗ് അസറ്റായി. പിന്നെ അത് നോൺ പെർഫോമിംഗ് അസറ്റ് ആവുകയാണ് കേട്ടോ. നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ 3 ആയിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് ഉണ്ട്, ഡൗട്ട്ഫുൾ അസറ്റ്സ് ഉണ്ട്, ലോസ് അസറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണുള്ളത്? സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ് ഉണ്ട്, ഡൗട്ട്ഫുൾ അസറ്റ്സ് ഉണ്ട്, ലോസ് അസറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്താ സബ് സ്റ്റാൻഡേർഡ് അസറ്റ്സ്? NPA ഫോർ അപ് ടു 12 മന്ത്സ്, 12 മാസം വരെ NPA ആയി തുടർന്നതാണ് കേട്ടോ. അപ് ടു 12 മന്ത്സ് വരെ ഉള്ളതാണ് എന്ത്? NPA ഫോർ അപ് ടു 12 മന്ത്സ് ആണ് സബ് സ്റ്റാൻഡേർഡ് കാറ്റഗറിയിൽ വരിക. NPA ഫോർ പിന്നെ 12 മാസത്തിൽ കൂടുതലായി, അതാണ് ഡൗട്ട്ഫുൾ എന്ന് പറയാം. 12 മാസത്തിൽ കൂടിയതാണ് ഡൗട്ട്ഫുൾ. അതിനെ തന്നെ DA1, DA2, DA3 എന്നൊക്കെ തരംതിരിക്കുന്നുണ്ട്. അപ്പോൾ ഡൗട്ട്ഫുളിനെ DA1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇയർ വരെയുള്ളത്. 2 ആണെങ്കിലോ 1 വർഷവും 3 വർഷവും വരെ, 1 to 3 ഇയർ കാറ്റഗറി ഉള്ളതാണ് DA2 എന്ന് പറയണത്. പിന്നെ മോർ ദാൻ 3 ഇയർ ആണ് എന്ത്? ഡൗട്ട്ഫുൾ എന്ന് പറയണത്. ഓക്കെ, അപ്പോൾ ഈ മോർ ദാൻ 3 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായി? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിനെ എന്താക്കി? അതിനെ ലോസ് അസറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ നേരെ ലോസ് അസറ്റിലേക്കാണ് മൂപ്പര് പോവുക. അപ്പോൾ ലോസ് അസറ്റായി, പിന്നെ അത് നോൺ റിക്കവറബിൾ ആണ്. ലോസ് അസറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നോൺ റിക്കവറബിൾ ആയ അസറ്റാണ്. ലോസ് അസറ്റ് ഈസ് ആൻ അസറ്റ് വെർ ലോസ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ബൈ. ആരാ ഐഡൻറ്റിഫൈ ചെയ്യുക? ഒന്നെങ്കിൽ ബാങ്ക് ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലെങ്കിൽ RBI ഐഡൻറ്റിഫൈ ചെയ്യണം. പക്ഷേ എന്തൊക്കെയായാലും ഈ എമൗണ്ട് ഹാസ് നോട്ട് ബീൻ ഫുള്ളി റിട്ടേൺ ഓഫ് ഫ്രം ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. അത് മൊത്തമായിട്ട് റിട്ടേൺ ഓഫ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ, ലോസ് അസറ്റിൻ്റെ കാര്യം പറയുന്നത്. ഓക്കെ, അപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്യാവശ്യം കുറച്ചൊരു പിന്നെ ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡാഷ് ദ ഓൺഡ് ഫണ്ട്സ് ഓഫ് എ കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഓൺഡ് ഫണ്ട് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ബോറോയിങ്സ് ഉണ്ട്, ഡെപ്പോസിറ്റ്സ് ഉണ്ട്, നൺ ഓഫ് ദിസ് ഉണ്ട്. ഓൺഡ് ഫണ്ട് എന്താണ്? ഷെയർ ക്യാപിറ്റൽ ആണ് അല്ലേ. ഡെപ്പോസിറ്റ്സ് ലയബിലിറ്റി അല്ലേ. അപ്പോൾ ഓൺഡ് ഫണ്ട് ഷെയർ ക്യാപിറ്റൽ ആണ്. സ്വന്തം ഫണ്ട് എന്താണ്? ഷെയർ ക്യാപിറ്റൽ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഷെയർ ക്യാപിറ്റൽ ആണ്. പിന്നെ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ ഫസ്റ്റ്ലി റെക്കോർഡ് ചെയ്യുന്നത് എന്തിലാണ് ഫസ്റ്റ്ലി റെക്കോർഡ് ചെയ്യുന്നത്? ബിസിനസ് ട്രാൻസാക്ഷൻസ് ഡേ ബുക്കിലാണ് അല്ലേ. അതൊക്കെ എല്ലാവർക്കും അറിയണതായിരിക്കും. ഡേ ബുക്കിലാണ് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് എന്താണ്? ഒരു അക്കൗണ്ട് ആണോ, എൻട്രി ആണോ, ക്യാഷ് ബുക്ക് ആണോ, സ്റ്റേറ്റ്മെൻ്റ് ആണോ? എന്താണ്? ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ട്രയൽ ബാലൻസ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മുടെ 100ാമത്തെ ചോദ്യമാണ്. എക്സാമിനേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഡോക്യുമെൻ്ററി എവിഡൻസ് ഈസ് കോൾഡ്. ഡോക്യുമെൻ്ററി എവിഡൻസിൻ്റെ സഹായത്തോടു കൂടി ട്രാൻസാക്ഷൻസിനെ എക്സാമിൻ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണ്? വൗച്ചറാണോ, ഓഡിറ്റിംഗ് ആണോ, വെരിഫിക്കേഷൻ ആണോ, വൗച്ചിങ് ആണോ? എന്താ സംഭവം? വൗച്ചിങ് ആണ് അല്ലേ. വൗച്ചിങ് ആണ് ഓഡിറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനായിട്ട് പറയുന്നതാണ്. അതിന് സഹായിക്കുന്നതാണ് വൗച്ചറുകൾ അല്ലേ. ഓരോ ട്രാൻസാക്ഷനും നടന്ന വൗച്ചർ ഉണ്ടാവുമല്ലോ, ആ വൗച്ചർ ഒത്തുനോക്കി പരിശോധിക്കുക. അപ്പോഴല്ലേ ട്രാൻസാക്ഷൻ്റെ ജെന്യുവിനിറ്റി അറിയാൻ പറ്റുള്ളൂ. അതൊരു ഡോക്യുമെൻ്ററി എവിഡൻസ് തന്നെയാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് തീരുമാനം എടുക്കുക. ഓക്കെ, നോക്കുക അക്കൗണ്ട്സിൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുക. അപ്പം നമ്മുടെ 100 ചോദ്യങ്ങളും, അതായത് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട 100 ചോദ്യങ്ങളും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത്യാവശ്യം വിശാലമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 100 ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 ക്വസ്റ്റ്യൻ മാത്രമൊന്നുമല്ല നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക, ധാരാളം മറ്റ് ഫാക്റ്റുകളും കൂടി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ലെങ്തി ആയത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ കാണാം. ഓക്കെ, താങ്ക് യു.